Anijata, dude, thank you so much. Sai Kumar, everybody. Choku, okay, everybody, yeah. Sorry, I'm so nervous, but yeah. I don't know what else to say, but I hope you guys enjoy the movie. Thank you so much. അത് ഞാൻ അച്ഛനായി കണ്ടു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അച്ഛനെ കൂടെ ആക്ട് ചെയ്യാൻ പോകാനാണ്. വിസ്മയ മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ്റെ മകളായിട്ടുള്ള വിസ്മയ മോഹൻലാൽ, പുള്ളിക്കാരത്തിയുടെ ഒരു സിനിമ ഇപ്പോൾ ഈ ആഴ്ച റിലീസ് ചെയ്യാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ പരിപാടികൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ലാലേട്ടനും ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടനും വിസ്മയ മോഹൻലാലും പിന്നെ അതിൻ്റെ ക്രൂ മെമ്പേഴ്സും ഒക്കെ തന്നെ ഒരു പ്രൊമോഷൻ പരിപാടിക്കായിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ പുറത്തു വന്ന ഈ ഒരു വീഡിയോ അല്ല, പല ക്ലിപ്പായിട്ട് ഇങ്ങനെ പുറത്തു വന്ന സോഷ്യൽ മീഡിയയിൽ ഓരോ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രോൾ ഇതായിട്ട് പലരും അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ തന്നെ ഒരു ട്രോൾ സംഭവമായിട്ട് പലരും കമൻറ്റ് ചെയ്യുന്നു. അതായത് വിസ്മയുടെ ആ ഒരു രീതികൾ കാണുമ്പോഴത്തേക്കും പലരും എന്താ ഇങ്ങനെ, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് പലരും കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കുന്ന തരത്തിലോട്ടും അതോടൊപ്പം തന്നെ പലരും പല രീതിയിൽ നെഗറ്റീവ് അടിക്കുന്ന തരത്തിലോട്ടുമുള്ള കമൻറ്റുകൾ ആ ഒരു കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ തന്നെ നമുക്കറിയാം, ഈ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ ഡൽഹിയിൽ നടന്ന ആ ഒരു സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സംഘികൾക്ക് എതിരായി മാറുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറി. കാരണം നമ്മുടെ ലാലേട്ടനെ എല്ലാവരും സംഘിപ്പട്ടം ചാർത്തി ആ ഒരു സംഘി ഇതാക്കി വെച്ചിരിക്കുകയല്ലേ. വിസ്മയ മോഹൻലാലിൻ്റെ ആ ഒരു പോസ്റ്റ് വന്നപ്പോഴത്തേക്കും കമ്മികളും കൊങ്ങികളും ഒക്കെ തന്നെ ചേർന്നുകൊണ്ട് വിസ്മയ മോഹൻലാലിനെ ആ ഒരു തരത്തിൽ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവം വലിയ വന്നതെന്ന് പറയുന്നത്, അപ്പോൾ പിന്നെ അവരെന്തായാലും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു തരത്തിൽ മാറി. സംഘികൾ മറുവശത്ത് വിസ്മയ മോഹൻലാലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഈ ഒരു സംഭവ വികാസത്തോടു കൂടി തന്നെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്ത കമ്മികളും കുങ്ങികളും അടക്കം ഇതെന്താണ് ഇങ്ങനെ, അതോടൊപ്പം തന്നെ ഈ വിസ്മയ മോഹൻലാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ കുറ്റം പറയാനും പറ്റുന്നില്ല, എന്നാൽ കുറ്റം പറയാതിരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് കമ്മികളും പൊങ്ങികളും കട്ടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നതെന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോഴത്തേക്കും അതിൽ നല്ല രീതിക്കുള്ള ട്രോള് ആ ഒരു രീതിയിൽ എഴുതി ഇടുന്ന തരത്തിലോട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പല തരത്തിൽ പല രീതിയിൽ ഇങ്ങനെ വൈറലാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന വിസ്മയ മോഹൻലാൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ആ ഒരു വീഡിയോയിൽ എനിക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന രീതിയിൽ പുള്ളിക്കാരി ലാലേട്ടൻ്റെ ഫാമിലി ആ ഒരു തരത്തിൽ ഈ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ക്രൗഡ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു പൊതുവേദി, ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ആ ഒരു തരത്തിലൊന്നും വലിയ തോതിലൊന്നും കാണാത്ത വ്യക്തികളാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വിസ്മയ മോഹൻലാലിനെയൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഈ പറയുന്ന രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ ആ ഒരു തരത്തിൽ ഇതുപോലെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൊതു ഇടത്തൊന്നും തന്നെ വലിയ തോതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരി പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ആ തരത്തിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് മാർക്കും ഉണ്ടാകും. പക്ഷേ ഒത്തിരി കൂടുതലായി തോന്നുന്ന തരത്തിലോട്ട് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയാണോ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് പലർക്കും തോന്നിപ്പോകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറും. പക്ഷേ എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് പുള്ളിക്കാരത്തി ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തിയുടെ ഇനി ഈ പറയുന്ന രീതിയിൽ PR ടീം വല്ലതും ആണോ എന്തോ ആ ഒരു തരത്തിലോട്ടുള്ള അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാനായിട്ട് പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞത് എന്നുള്ള ഒരു സംശയവും എനിക്ക് തോന്നിപ്പോയി. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ എന്താ പറയുക പൊതുസമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അത്രത്തോളം ഒരു ഇതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ മുന്നേ നടന്ന പല കാര്യങ്ങളിലും ഒക്കെ തന്നെയും ഈ പറയുന്ന രീതിയിൽ ഇതുപോലെ അഭിപ്രായം പറയേണ്ടതായിരുന്നു. അതിലൊന്നും തന്നെ ഈ പറയുന്ന രീതിയിൽ വിസ്മയ മോഹൻലാൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സമരത്തെ അനുകൂലിച്ചുകൊണ്ടൊരു സംഭവം വരുന്നു. ഈ പറയുന്ന രീതിയിൽ അത് പിന്നെ കമ്മികളും കുങ്ങികളും ഏറ്റെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ വന്നു, സംഘികൾ എതിരാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന കാഴ്ചയെ കാണുമ്പോഴത്തേക്കും അതിനിടയിൽ പുള്ളിക്കാരത്തിയുടെ ഒരു സിനിമ കൂടി റിലീസ് ആവാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ആർക്കായാലും മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം ഈ ഒരു സമയത്ത് വന്നത് എന്നുള്ളത്. കാരണം അതും ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു സിനിമയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ PR ടീം പറഞ്ഞു കൊടുത്ത ഒരു കാര്യമായിരിക്കാം എന്ന് പോലും ചിന്തിക്കാം. കാരണം പുള്ളിക്കാരുടെ ഇന്നലത്തെ ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും, കാരണം പുള്ളിക്കാരുടെ അത്രയ്ക്കും ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയപരമായിട്ടും ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോൾഡായിട്ട് നിന്നുകൊണ്ട് കാര്യം പറയുന്ന ഒരു ഇതായിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് ഈ പുള്ളിക്കാരത്തി ആണോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും മേ ബി ഇങ്ങനെ ഒരു സന്ദർഭം നേരത്തെ കണ്ടുകൊണ്ട് എയറിൽ കയറ്റാനായിട്ട് പലരും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് നടത്തിയ ഒരു സർജിക്കൽ മൂവ്മെന്റ് ആണോ അന്ന് ആ ഇട്ട ആ ഒരു പ്രസ്താവന എന്ന് പോലും ചിന്തിച്ചു പോകാം. എനിക്ക് സ്വാഭാവികമായിട്ടും ഇന്നത്തെ ആ ഒരു കാഴ്ച കണ്ടിട്ട് എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നിയ കാര്യം പുള്ളിക്കാരത്തി തന്നെയാണോ ആ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. കാരണം അത്രയ്ക്കും ബോൾഡായിട്ടുള്ള ഒരു രീതി അല്ലായിരുന്നു പുള്ളിക്കാരത്തിയുടേതായിട്ട് കണ്ടതെന്ന് പറയുന്നത്.
അതിൽ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്മ അങ്ങനെ ചെയ്തത് നന്നായി. കാരണം സംഖ്യയുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള അഗെയിൻസ്റ്റ് ആയിട്ടും ട്രോളായിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു ഭൂരിഭാഗം പേരിൽ നിന്നും ഈ പറയുന്ന രീതി ഏറി കയറുന്നതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് വേണം എടുത്ത് പറയാനായിട്ട്. അല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന രീതി കമ്മികളും കൊങ്ങികളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഈ പുള്ളിക്കാരത്തെ ഏറി കയറ്റുന്ന രീതിയിലോട്ട് ട്രോൾ ചെയ്ത് അങ്ങ് ഇതാക്കിയാണ്. കാരണം ഇപ്പോൾ തന്നെയും ആ വീഡിയോക്കൊക്കെ താഴെ വരുന്ന കമന്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പലരും പല തരത്തിൽ പല രീതിയിൽ കമന്റ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന കൂടി പുള്ളിക്കാരത്തി ഇറക്കിയില്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ലാലേട്ടന് സംഖ്യപ്പട്ടം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും അങ്ങേയറ്റം ട്രോൾ ചെയ്ത് ഒരു പരുവമാക്കാനേ കമ്മികളും കൊങ്ങികളും നോക്കത്തുള്ളായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്നും ട്രോളുകൾ വരുന്നുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് കമന്റുകൾ പലരും അത് ഇത് മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു വലിയ മാസ് ഇതായിട്ടുള്ള ഒരു ട്രോളായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിന് കാരണം പുള്ളിക്കാരത്തി ഇതിന് മുന്നേ നടത്തിയ ആ ഒരു പ്രസ്താവനയാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ നേരത്തെ കൂട്ടി തന്നെ ഇങ്ങനെ ഒരു സന്ദർഭം മുന്നിൽ കണ്ട് എടുത്ത ഒരു നീക്കമായിരിക്കാം ചിലപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. എന്നാലും എനിക്ക് സംഘികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ വിസ്മയ മോഹൻലാലിനെ അങ്ങ് വെറുതെ വിടുക. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, എന്തെങ്കിലുമൊക്കെ പറയട്ടെ, പോട്ടെ. ഇനി ആ പടം കൊള്ളാമെങ്കിൽ വിജയിക്കട്ടെ, കൊള്ളത്തില്ലെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പൊട്ടിപ്പോകും എന്ന് മാത്രം കരുതുക.